പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ വലിയ സ്നേഹത്തിലേക്ക്, തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ സ്നേഹത്തിലായിരിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയെ പോലെ ആരും ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകുന്ന സ്നേഹമാണെന്ന് തെളിയിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് അങ്ങയുടെ തിരുഹൃദയം, അങ്ങയുടെ സ്നേഹത്തിന്റെ പാരമ്യം, ദിവ്യകാരുണ്യം എല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. ഈശോയെ, അതനുഭവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകുന്ന സമാധാനവും സ്നേഹവും സൗഖ്യവും സംരക്ഷണവും ജീവനും എല്ലാം സ്വന്തമാക്കി ആ കൃപയിൽ വളർന്ന് നന്നായിട്ട് പഠിച്ച് ജീവിതത്തെ ജോലിയില്, ബിസിനസ്സില്, സന്യാസ ജീവിതത്തില്, സമർപ്പണ ജീവിതത്തില്, കുടുംബ ജീവിതത്തില്, ബിസിനസ് മേഖലയില് വലിയ ഫലങ്ങൾ പുറപ്പെടുവിച്ച് അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ, ഞങ്ങൾക്കും ഇടയാകട്ടെ. അതിൽ വളരുന്നത് കാണാൻ ഭാഗ്യം നൽകി എല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനായിട്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും തിരുഹൃദയത്തിന്റെ സ്നേഹവും ശാന്തതയും സമാധാനവും എല്ലാം നൽകി ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിന്റെ തിരുഹൃദയത്തെക്കുറിച്ചും ആ തിരുഹൃദയ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ആഴത്തിൽ ധ്യാനിച്ചു, മനസ്സിലാക്കി. ആ സ്നേഹം നമ്മെ അവിടത്തിലേക്ക് ചേർത്ത് പിടിക്കുക. അതെന്തുകൊണ്ടാ? ഈ സ്നേഹത്തിനല്ലാതെ, ഈ കരുണയ്ക്കല്ലാതെ, ഈ കർത്താവിനല്ലാതെ നമുക്ക് സന്തോഷമോ സമാധാനമോ ജീവനോ വളർച്ചയോ നൽകാൻ സാധ്യമല്ല. ഈശോ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. അത് നമുക്ക് പലർക്കും അറിയില്ലെങ്കിലും ഈശോക്കറിയാം. അതുകൊണ്ട് ഈശോ പിന്നാലെ നടന്ന്, ഒരു വേട്ടപ്പട്ടിയെ പോലെ പിന്നാലെ നടന്ന് ഇതുപോലെ ചങ്ക കീറി പറിച്ച് തന്നും തുറന്ന് കാട്ടിയും ആ സ്നേഹത്തിലേക്ക്, ആ ഈശോയിലേക്ക് നമ്മെ വിളിക്കുക. ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് മുതല് നമ്മുടെ മക്കളുടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഈ ദിവസങ്ങളില് നിങ്ങൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ നിയോഗം വെച്ച ചില മേഖലകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ 3 നിയോഗങ്ങളും മറ്റെല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു മേഖല, തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങി, പ്രേമത്തിൽ കുരുങ്ങി നശിച്ച് പോകുന്ന മക്കളെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മളിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. അനേക മക്കൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രൈസ്തവ മക്കള്, മാമോദിസ സ്വീകരിച്ച മക്കള് ഉന്നത സ്ഥാനീയരാണ്. കുദാശകളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ച ശരീരം 2 കൊരിന്തോസ് 6-ാം അധ്യായത്തില് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നമ്മുടെ ശരീരങ്ങള് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ ആലയമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആലയമായി തീർന്ന നമ്മുടെ ശരീരത്തെ അതിന്റെ പരിശുദ്ധിയില്, അതിന്റെ ചൈതന്യത്തില് അത് സൂക്ഷിക്കണം. വിജാതീയരുമായിട്ട് എന്ത് പൊരുത്തം, എന്ത് ബന്ധം, വിഗ്രഹങ്ങളുമായിട്ട് എന്ത് പൊരുത്തം, എന്ത് ബന്ധം. അങ്ങനെ പൗലോസ് ശ്ലീഹ വലിയ വേദനയോടെ തന്റെ മക്കളോട് പറയാ, എന്റെ മക്കളെ, നമ്മൾ വ്യത്യസ്തരാണ്. ഈ ഒരു വ്യത്യസ്തത നമുക്കുണ്ട്. മാമോദിസ സ്വീകരിച്ച മക്കള്, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട മക്കള്, ഉദാശയിലൂടെ ഈശോയെ സ്വീകരിച്ച മക്കള്, കൃപയ്ക്കുമേൽ കൃപയും ഈശോയെ തന്നെ സ്വന്തമാക്കി ഈശോയാകുന്ന ജീവനിൽ വളരാൻ വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ് നമ്മൾ. ഈ മക്കളായ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, ഈ കർത്താവിനെ വിട്ട്, കൂദാശ വിട്ട്, ദൈവാലയത്തിന്റെ പരിശുദ്ധി വിട്ട്, വിഗ്രഹങ്ങളുമായിട്ടും വിജാതീയരുമായിട്ടും അന്യമതസ്ഥരുമായിട്ട് പ്രേമത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തിൽ കുടുങ്ങി ആ ശരീരത്തെ, ദേവാലയത്തെ നശിപ്പിച്ച്
അവരുമായിട്ട് ഇടപെട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഒരു വിവാഹ ജീവിതത്തില് ഉദാസയില്ലാത്ത അതിസ്വാഭാവികമായ കൃപകൾ കൊണ്ട് നിറയപ്പെട്ട് ദൈവബന്ധത്തില് ദൈവത്തെ കൂടെ നിർത്തി ജീവിക്കേണ്ട മഹാഭാഗ്യമാകുന്ന ഒരു ജീവിതത്തെ നിസാരവൽക്കരിച്ച് ഈശോയെ തന്നെ തള്ളിക്കളഞ്ഞ് ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയി നശിക്കുന്ന മക്കൾ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതൊരു ഭയങ്കരമായ പൈശാചിക ബന്ധനമായിട്ട് നമ്മുടെ അനേകം മക്കൾ ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ നിന്ന് അനേകം പേരാണ് ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചത്, മെസ്സേജ് വിട്ടത്, നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, രാമച്ചന്ദ്രനെ പറയാ, മോള് പറയാ, ഇങ്ങനെ ഒരു അക്രൈസ്തവരോട് പ്രേമത്തിൽ കുരുങ്ങി വർഷങ്ങളായിട്ട് ബന്ധം ഇതു ഒത്തിരി മക്കൾ. ഇവള് പറയാ, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ ഇഷ്ടമല്ല നിങ്ങൾക്ക് പ്രധാനം, നിങ്ങൾ പറയുന്ന കാര്യം അനുസരിക്കണം, എന്റെ താല്പര്യമല്ല വലുത്. എന്റെ മക്കളെ, നമ്മളെ പല മക്കളും ചിന്തിക്കുന്നതാ. പക്ഷേ ഈ മക്കൾ അറിയുന്നില്ല ഞാൻ ആരാണ്, ഞാൻ ഏത് അവസ്ഥയിൽ ഉയർത്തപ്പെട്ട വ്യക്തിയാണ്. കർത്താവിന്റെ തിരുരക്തത്തിന്റെ വിലയാണ് എന്റെ ജീവിതം. കർത്താവിന്റെ കുരിശുമരണത്തിന്റെ വിലയാണ് എന്റെ കൂദാശ ജീവിതം, ക്രൈസ്തവ ജീവിതം. എന്റെ കൂടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട്. എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഇതെന്റെ ഒന്നുമല്ല. ഈ ഒരു അടിസ്ഥാനത്തില് കർത്താവിന്റെ കൃപയോട് സഹകരിച്ച് ആ കർത്താവിൽ വളരേണ്ട മക്കള് അതൊക്കെ വിട്ടിട്ട് സ്വന്തം ഇഷ്ടം, ജഡത്തിന്റെ താല്പര്യം, കൂട്ടുകാര് പറഞ്ഞു, നാട്ടുകാര് പറഞ്ഞു, സിനിമക്കാര് പറഞ്ഞു, ഇൻസ്റ്റാഗ്രാം പറഞ്ഞു, മീഡിയ പറഞ്ഞു, അങ്ങനെ പല പല സ്വാധീനങ്ങളിൽ കുടുങ്ങി അതിന് വശീകരിക്കപ്പെട്ട് അതിന് സഹകരിച്ച് അതിന് വിട്ടുകൊടുത്ത് ജീവിക്കുന്ന അനേകം മക്കൾ. നമ്മൾ ഈ മക്കളോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറയാണ് മാതാപിതാക്കളെ, ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് വേദന തോന്നരുത്. നമ്മുടെ മക്കളെ ഈ തിരുഹൃദയ സ്നേഹത്തിൽ വേണ്ട പോലെ കർത്താവിൽ ആ സ്നേഹത്തിൽ നമ്മൾ ആഴപ്പെടുത്തി ആ ബന്ധം ഉറപ്പിച്ച് ആ സ്നേഹം അനുഭവിപ്പിച്ചു വളർത്തിയിരുന്നെങ്കിൽ നമ്മുടെ മക്കള് ഈ സ്നേഹനാഥനായ തിരുഹൃദയത്തെ ഈശോയെ വിട്ടു പോകില്ല. ഈശോയുടെ വേദനയത. അതാണ് ഡാൻസ് പാർട്ടിയിൽ നിന്ന് മരിയ ഫൗസ്റ്റീനായ ഒക്കെ വിളിച്ച് കർത്താവ് സ്നേഹം കൊടുക്കുക. ഈ സ്നേഹം അനുഭവിച്ച മക്കള് ഒന്നും പോയില്ല. ഉച്ചിഷ്ടം പോലെ കരുതും ഈ വക കാര്യങ്ങളൊക്കെ, ഈ വക പ്രേമങ്ങള്, സ്നേഹങ്ങള്. അതുമായിട്ട് ബന്ധപ്പെട്ട മക്കൾ എന്താ കാട്ടിക്കൂട്ടണേ? ഇന്നലെ ഒരു അമ്മച്ചി പറയാം, മോള് രാവിലെ ഇങ്ങനെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകും, വൈകുന്നേരം 11 മണി 12 മണി ചിലപ്പോ ഒരു വരാതിരിക്കും. ഇറങ്ങിപ്പോണ മക്കള് ജഡികമായ ലോകത്തിന്റെ ബാക്കി എന്താ നിങ്ങൾ ഊഹിച്ചാൽ മതി. മക്കളെ, ഈ ദൈവത്തെ വിട്ട്, ഈ വിശുദ്ധി വിട്ട്, ദേവാലയത്തിന്റെ ചൈതന്യം വിട്ട് നമ്മുടെ മക്കള് ഇതിനൊക്കെ പിന്നാലെ പോയി നശിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തരും പറയുന്ന സംഭവങ്ങളൊക്കെ പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് എന്റെ മക്കളെ. അതുകൊണ്ട് നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടും കൗൺസിലിംഗ് കൊണ്ടും ഉപദേശം കൊണ്ടും കാര്യമില്ല. നമ്മുടെ മക്കൾ ഈ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും അനുഭവിക്കണം. ആ സ്നേഹം അറിഞ്ഞാൽ ഈ വക ഇച്ഛാ സ്നേഹത്തിന്റെ പിന്നാലെ അതിനുവേണ്ടി എന്ത് കമ്മിറ്റ്മെന്റ് ചെയ്യും, എന്ത് കോംപ്രമൈസ് ചെയ്യും. ശരീരം കൊടുക്കണോ, ശരീരം കൊടുക്കും. സമയം കൊടുക്കണോ, സമയം കൊടുക്കണം. അപ്പനെ വിടണോ, അപ്പനെ വിടും. അമ്മേനെ വിടണോ, അമ്മേനെ വിടും. കൂദാശ വിടണോ, കൂദാശ വിടും. സഭ വിടണോ, സഭ വിടും. കുടുംബം വിടണോ, കുടുംബം വിടും. ഈ ഒരു സാധനത്തിനു വേണ്ടി ഇതെന്ത് പൈശാചികം നോക്കി. ഈ സ്നേഹം അറിയാൻ കഴിയാതെ പോയതാണ് നമ്മുടെ മക്കൾക്ക് സംഭവിച്ചത്. നമുക്ക് ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. തിരുഹൃദയത്തിന് മുമ്പില്, ദിവ്യകാരുണ്യത്തിന് മുമ്പില്, കർത്താവേ, നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. കർത്താവേ, തേനിലേക്ക് തേനീച്ചെന്ന പോലെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് കർത്താവേ, അങ്ങയുടെ മക്കളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങ് ചേർത്ത് പിടിക്കണം. ആ തിരുഹൃദയത്തിൽ നിന്ന് അകന്നു പോകാൻ, ആ സ്നേഹം വിട്ട് പടിയിറങ്ങി പോകാൻ, ആ ജീവൻ വിട്ട് പടിയിറങ്ങി പോകാൻ, ഈശോയെ അങ്ങേ വിട്ട് പടിയിറങ്ങി പോകാൻ ഞങ്ങളുടെ മക്കൾക്ക് തോന്നാത്ത വിധം, ഇടയാകാത്ത വിധം ആ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ മക്കളെ പൊതിയണമേ. അതിനുവേണ്ടി കർത്താവേ, ഞങ്ങളുടെ മക്കളെ അങ്ങ് സൗഹൃദം കൊണ്ടും സമാധാനം കൊണ്ടും സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും സംരക്ഷണം കൊണ്ടും വിജയം കൊണ്ടും എല്ലാം കൊണ്ടും അനുഗ്രഹിച്ച് ആ സ്നേഹത്തിൽ ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ വഴിതെറ്റി പോകുന്ന അനേക മക്കളെ ഓർത്ത് വേദനിച്ച്
കുടുംബങ്ങളും ഒത്തിരി കണ്ണീര് വീഴുന്നുണ്ട്. ആ കണ്ണുനീരൊക്കെ കർത്താവിന് കുരിശിന്റെ ചുവട്ടില് തിരുഹൃദയനാഥന്റെ മുമ്പില് സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് ആ കാനാൻകാരി സ്ത്രീ പ്രാർത്ഥിച്ച പോലെ, കർത്താവേ, ഔദാര്യമാണ്, കരുണയാണ് ഞങ്ങൾ യാചിക്കുന്നത്. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ കരുണ, ഞങ്ങളുടെ മക്കളെ പിശാച് നശിപ്പിച്ച് കളയാതിരിക്കാൻ അങ്ങയുടെ ഔദാര്യത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈശോയോട് നമുക്ക് വേറെ ആരോട് പറഞ്ഞിടുന്ന കാര്യം ഈശോയോട് പറയാം. നമുക്ക് ഒരുമിച്ച്, ഞാൻ പറഞ്ഞില്ല, അനേകം മാതാപിതാക്കള് ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നുണ്ട്. വീണ്ടും അച്ഛൻ പറയാണ്, ഇനി ഓരോ ദിവസങ്ങളും ഓരോരോ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. തിരുഹൃദയത്തിന് മുമ്പില്, നമ്മുടെ തിരുഹൃദയനാഥന്റെ മുമ്പില് മക്കളെ സമർപ്പിച്ച് അനേകം ലക്ഷങ്ങള് കരങ്ങൾ ഉയർത്തി മക്കൾക്ക് വേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ തിരുഹൃദയത്തിന് മുമ്പില് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പുണ്യദിനങ്ങളാണ്. മാത്രമല്ല നാമത്തില് നമ്മൾ ബന്ധന ബഹിഷ്കരണ വിടുതൽ പ്രാർത്ഥനകളൊക്കെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും. കർത്താവിന്റെ ശക്തി പ്രകടമാക്കി സ്നേഹത്താൽ നിറച്ച് നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ, ഈശോയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. തെറ്റായ സ്നേഹബന്ധത്തിലും പ്രേമക്കുരുക്കിലും കുടുങ്ങി സാത്താനെ കെണിയപ്പെട്ട് കിടക്കുന്ന മക്കളെ കർത്താവിനല്ലാതെ ആർക്കും കെണി തകർത്ത് രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് അതിനു വേണ്ടി പറഞ്ഞ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. പിശാചിനെ ബന്ധിച്ച് കെണിയെ തകർത്ത് മോചിപ്പിക്കുന്ന കർത്താവിങ്കിലേക്ക്, ആ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ മക്കളെ മോചിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങളെ എന്തുമാത്രമാ സ്നേഹിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ലല്ലോ ഈശോയെ. അങ്ങേ കൂടാതെ, അങ്ങയുടെ സ്നേഹത്തിനല്ലാതെ ഞങ്ങളുടെ സ്നേഹമോ, ഞങ്ങളുടെ ദാഹമോ, ഞങ്ങളുടെ ആഗ്രഹങ്ങളോ, ഞങ്ങളുടെ സ്വപ്നങ്ങളോ ശമിപ്പിക്കാൻ, തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ കർത്താവെ അങ്ങ് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നത്. ഞങ്ങളും ഞങ്ങളുടെ മക്കളും അങ്ങയുടെ സ്നേഹത്തിൽ ജീവിക്കാൻ വേണ്ടി അങ്ങ് എല്ലാം ഞങ്ങൾക്ക് നൽകി. ദിവ്യകാരുണ്യമായിട്ട് അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും നൽകി. അങ്ങയുടെ ഹൃദയം തന്നെ ഞങ്ങൾക്ക് വേണ്ടി കുത്തി തുറന്ന് ഞങ്ങൾക്ക് വേണ്ടി തന്നു. ഈശോയെ, ആ സ്നേഹമറിയാതെ, ആ സ്നേഹത്തിൽ ജീവിക്കാതെ പോയ ഞങ്ങളുടെ മക്കളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, അങ്ങ് എന്തുമാത്രം സ്നേഹമാണ് ഞങ്ങളോട് കാണിക്കുക. വിശുദ്ധ കുർബാനയില് കർത്താവെ, അങ്ങയെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ട് അങ്ങയെ സ്വന്തമാക്കി സ്വീകരിക്കുവാൻ, അങ്ങയുടെ ജീവൻ പ്രാപിക്കുവാൻ, അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ, അങ്ങയിൽ വളരുവാൻ അത്രമാത്രം ഭാഗ്യം അങ്ങ് ഞങ്ങൾക്ക് നൽകി. എന്നാൽ ഈശോയെ, ഞങ്ങളുടെ അനേക മക്കള് അങ്ങയെ വിട്ട്, ഉദാശ വിട്ട്, ഈശോയെ അങ്ങയുടെ സ്നേഹം വിട്ട് പടിയിറങ്ങി പോയിട്ട് കർത്താവെ, നൈമിഷികമായ സുഖത്തിനു വേണ്ടി അങ്ങയുടെ ആലയമായ ശരീരങ്ങളെ മലിനമാക്കി അശുദ്ധിക്ക് വിട്ടുകൊടുത്ത് കർത്താവെ, വചനപ്രകാരം, കൽപ്പന പ്രകാരം ബന്ധപ്പെടാനോ ഒത്തുചേരാനോ കൂടിച്ചേരാനോ പാടില്ലാത്തവരുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവെ ജീവിക്കുന്ന മക്കള്, പടിയിറങ്ങി പോകുന്ന മക്കള് തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങി കർത്താവെ, ഞങ്ങൾക്ക് ഒരിക്കലും ബന്ധപ്പെടാൻ സാധിക്കാത്ത വിധം കർത്താവെ, അങ്ങ് വേർതിരിച്ച മക്കളായ ഞങ്ങൾ ഇടപെടുമ്പോ, ബന്ധപ്പെടുമ്പോ കർത്താവെ, കുദാശയുടെ, കൃപയുടെ, ദൈവിക ജീവന്റെ, അങ്ങയുടെ പരിശുദ്ധിയുടെ എല്ലാ അടിസ്ഥാനങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ടാണല്ലോ ഈശോയെ ഞങ്ങളുടെ മക്കൾ പടിയിറങ്ങി പോകുന്നത്. അങ്ങനെ പോയിരിക്കുന്ന എല്ലാ മക്കളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് ചേർത്ത് പിടിക്കണമേ. ലോകത്തിന്റെ പിന്നാലെ, തെറ്റായ സ്നേഹബന്ധത്തിന്റെ പിന്നാലെ കർത്താവെ, കുദാശ വിട്ട് അങ്ങേ വിട്ട് പടിയിറങ്ങി പോകാതെ ഞങ്ങളുടെ മക്കൾ യേശുവേ അങ്ങയുടെ സ്നേഹം അനുഭവിച്ച്, തിരുഹൃദയത്തിന്റെ സ്നേഹം അനുഭവിച്ച് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കത്തിച്ചൊലിക്കുന്ന തിരുഹൃദയ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് കർത്താവെ കടന്നു വരാൻ ആ സ്നേഹാനുഭവം യേശുവേ, ആ സ്നേഹാനുഭവം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ഓ ദിവ്യകാരുണ്യനാഥ, ദിവ്യകാരുണ്യത്തിൽ നിന്ന്
അങ്ങയുടെ സ്നേഹത്തിന്റെ അഗ്നി ഇപ്പോൾ ഇതുപോലെ അങ്ങയെ വിട്ട്, കുദാശ വിട്ട്, സഭ വിട്ട്, കുടുംബത്തെ വിട്ട്, മാതാപിതാക്കളെ വിട്ട്, മറ്റു മതസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുന്ന ഓരോ മകളുടെ മേലും, ഓരോ മകന്റെ മേലും ഈശോയെ അങ്ങയുടെ സ്നേഹാഗ്നി കത്തിച്ചൊലിക്കട്ടെ. ആ സ്നേഹം കർത്താവെ ആ മക്കളെ അങ്ങേലേക്ക് തിരിച്ചു കൊണ്ടുവരട്ടെ. കർത്താവെ ഇങ്ങനെ പോയ മക്കളെ ഓർത്ത് ചങ്കുപൊട്ടി കരയുന്ന ഒത്തിരി മാതാപിതാക്കള്, ഒത്തിരി കുടുംബാംഗങ്ങള്, അവരുടെ കണ്ണുനീര്, അവരുടെ വേദന കഷ്ടപ്പെട്ട് തീറ്റിപ്പൊറ്റി വളർത്തി ഇത്രയും പ്രായമായപ്പോ കർത്താവെ ആ കുടുംബത്തെ വിട്ട്, മക്കളെ വിട്ട്, മാതാപിതാക്കളെ വിട്ട്, അങ്ങയെ വിട്ട്, കുദാശ വിട്ട് ഇറങ്ങിപ്പോണ കാണുമ്പോ ചങ്കുപൊട്ടി കരയുന്ന അനേക മാതാപിതാക്കളുടെ, കുടുംബാംഗങ്ങളുടെ, സഹോദരങ്ങളുടെ കണ്ണുനീരും വേദനയും നൊമ്പരയും കൂട്ടിച്ചേർത്ത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ, ആ തിരുഹൃദയത്തിൽ തുറക്കപ്പെട്ട ആ വാതിലിലൂടെ കർത്താവേ ഈ വേദനകൾ, നൊമ്പരകൾ, കണ്ണുനീരും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, തിരുഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സ്നേഹത്തിലേക്ക്, ആ കരുണയിലേക്ക് ഞങ്ങളുടെ മക്കൾ വലിയ ദാഹത്തോടെ തിരിച്ചു വരട്ടെ. ഈശോ ഞങ്ങളുടെ മക്കളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണമേ. അങ്ങയുടെ ഔദാര്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണം. ഞങ്ങളുടെ മക്കളെ അങ്ങ് സ്നേഹം കൊണ്ട് നിറയ്ക്കണം. ആ സ്നേഹം അവർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കണം. മറ്റീ വക സ്നേഹങ്ങളൊക്കെ നൈമിഷികമാണെന്നും പൈശാചികമാണെന്നും ഇച്ഛാസുഖങ്ങളാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയെ യഥാർത്ഥമായ സ്നേഹമായ തിരുഹൃദയ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ, യേശുവേ ഞങ്ങളുടെ മക്കളെ ആ തിരുഹൃദയ സ്നേഹത്തിലേക്ക് ചേർത്ത് പിടിക്കണമേ. ഈശോയെ ആ സ്നേഹം അനുഭവിച്ചാൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് യേശുവേ, ഞങ്ങളുടെ മക്കൾ ഒരുത്തന്റെ പിന്നാലെ പോകില്ല, സഭ വിട്ട് പോകില്ല, കുദാശ വിട്ട് പോകില്ല. യേശുവേ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ആ സ്നേഹം കൊണ്ട് പൊതിയണമേ, ആ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ സൗഹൃദം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. അങ്ങയുടെ ആശ്വാസം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. അങ്ങയുടെ ഹൃദയത്തിന്റെ ശാന്തതയും സ്നേഹവും വിശുദ്ധിയും സമാധാനവും ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങൾ അനുഭവിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ അനുഭവിക്കട്ടെ. അങ്ങയിലേക്ക് തിരിച്ചു വരട്ടെ. വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ട മക്കളാണ് ഞങ്ങളുടെ മക്കള്. അങ്ങയെ ആരാധിക്കേണ്ട മക്കളാണ് ഞങ്ങളുടെ മക്കള്. അങ്ങയിൽ ജീവിക്കേണ്ട മക്കളാണ് ഞങ്ങളുടെ മക്കള്. ഒരിക്കലും അങ്ങയെ കൈവിട്ടു പോകാൻ ഇടയാകരുത്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ജപം. കൃപയുള്ള കർത്താവേ, ദൈവപിതാവിന്റെ മഹിമയായ ഈശോയെ, അങ്ങേ ജീവിതകാലത്ത് ചെയ്ത എല്ലാ പ്രവൃത്തികളും പിതാവിന്റെ സ്തുതിക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയുണ്ടായല്ലോ. പാപിയായ ഞാൻ എന്റെ പ്രവൃത്തികളിലൊക്കെയിലും സ്വന്തം ബഹുമാനവും മനുഷ്യസ്തുതിയും ഇന്നുവരെ ആഗ്രഹിച്ച് പ്രവർത്തിച്ചു. ഇന്ന് അവശേഷിച്ചിരിക്കുന്ന എന്റെ ജീവിതകാലത്തിൽ കർത്താവേ, ഞാൻ ചെയ്യുന്ന അധ്വാനങ്ങൾ, ദാനധർമ്മങ്ങൾ എന്നിവയല്ല, എന്റെ എല്ലാ തീരുമാനങ്ങളും പിതാവിന്റെ സ്തുതിക്കായി ചെയ്യുവാൻ ഞാനിതാ സന്നദ്ധനായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രതിജ്ഞയില് ഉറച്ചു നിൽക്കാൻ ശക്തി തരണമേ. കർത്താവായ ഈശോയെ, ഈ ജപത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയെ ആരാധിച്ച്, അങ്ങയെ സ്തുതിച്ച്, അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങയുടെ മഹത്വമായി ജീവിക്കേണ്ട ഞങ്ങളുടെ മക്കൾ ഒരിക്കലും ഒരു കാരണവശാലും അങ്ങയെ അപമാനിച്ചുകൊണ്ട്, അങ്ങയെ നിന്ദിച്ചുകൊണ്ട്, അങ്ങയുടെ സ്നേഹം അവഗണിച്ചുകൊണ്ട്, അങ്ങയുടെ സ്നേഹം തിരസ്കരിച്ചുകൊണ്ട് ഈശോയെ ഇറങ്ങിപ്പോകാൻ ഇടയാക്കരുതേ. അതുപോലെ ഞങ്ങളുടെ മക്കളെ തെറ്റായ സ്നേഹബന്ധത്തിൽ നിന്ന്, പ്രേമക്കുരുക്കിൽ നിന്ന് മോചിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അതിനായി ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, അന്യമതസ്ഥരുമായിട്ട് പ്രേമക്കുരുക്കൽപ്പെട്ട് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സുകൃത ജപം. ഈശോയുടെ തിരുഹൃദയമേ, എന്റെ പ്രവർത്തികളൊക്കെയിലും അങ്ങേ സ്തുതി മാത്രം അന്വേഷിക്കുവാൻ കൃപ ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയമേ, എന്റെ പ്രവർത്തികളിലൊക്കെയിലും അങ്ങേ സ്തുതി മാത്രം അന്വേഷിക്കുവാൻ കൃപ ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മക്കളുടെ എല്ലാ പ്രവർത്തികളിലും തീരുമാനങ്ങളിലും അങ്ങയുടെ സ്തുതി മാത്രം അന്വേഷിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. സൽക്രിയ ദൈവത്തിന്റെ സ്തുതിക്കായി സകലതും ചെയ്യുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക. നമ്മുടെ മക്കളെ ഏറ്റവും സ്നേഹത്തോടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു പൈശാചിക പീഡകൾക്കും പ്രലോഭനത്തിനും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് നമ്മുടെ മക്കളെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. യേശുവേ, അങ്ങേ തിരുഹൃദയത്തിൽ അതുപോലെ ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ച് സുരക്ഷിതത്വത്തില് കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെല്ലാവരെയും സ്നേഹത്തോടെ നന്ദിയോടെ തിരുഹൃദയത്തിലേക്ക് എടുത്ത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കള് പ്രത്യേകമാവിധം ഈ മേഖല വിടുതൽ പ്രാപിക്കാൻ ഈ ആശീർവാദ സമയത്തിനിടയാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, തെറ്റായ സ്നേഹബന്ധത്തിൽ കുരുങ്ങി അന്യമതസ്ഥരുമായിട്ട് വിവാഹബന്ധത്തിലും പ്രേമബന്ധത്തിലും ഒക്കെ ഇടപെട്ട് കഴിയുന്ന എല്ലാ മക്കളെയും അങ്ങിൽ നകന്നു പോകാൻ ഇടയാകാത്ത വിധം അങ്ങയോട് ചേർത്ത് പിടിച്ച് ആ കെണിയിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങേ തിരുഹൃദയത്തിൽ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദ സമയത്ത് ഇങ്ങനെയുള്ള എല്ലാ മക്കളിലേക്കും കർത്താവിന്റെ കരുണയുടെ സ്നേഹത്തിന്റെ ശക്തി നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കാര്യങ്ങളും ഉയർത്തി മക്കളെ കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ ആശീർവാദം സ്വീകരിക്കും. മക്കളെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ കർത്താവേ, അങ്ങയുടെ മക്കൾ, അങ്ങ് ദാനമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഒരു കാരണവശാലും മരിക്കേണ്ടി വന്നാലും അങ്ങയെ വിട്ട് ഉദാശ വിട്ട് പടിയിറങ്ങി പോകാൻ ഇടയാകാത്ത വിധം അങ്ങേ തിരുഹൃദയത്തിൽ ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ. ആമേൻ.